നമസ്കാരം, ഞാൻ പരമേശ്വര നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന ജൂൺ മാസത്തിലെ അവിട്ടത്തര ചതയം പൂരൂരുട്ടാതി മുക്കാല് കുംഭക്കൂറുകാരുടെ ചന്ദ്രാനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. അപ്പോൾ കുംഭക്കൂറുകാർക്ക് ജൂൺ മാസം 15-ാം തീയതി വരെ 4-ലാണ് സൂര്യൻ നിൽക്കുന്നത്. 4-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ടും 5-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ടും അത്ര നല്ല ഫലത്തെയല്ല കേട്ടോ കുംഭക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. 15-ാം തീയതി വരെ 4-ൽ നിൽക്കുമ്പോൾ പലവിധ വിഘ്നങ്ങൾ വന്നു ചേരുക. നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തടസ്സങ്ങൾ വന്നു ചേരുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ ഗണപതി ഭഗവാനെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിരുത്തി വിചാരിക്കുക. 5-ലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് കുറച്ചും കൂടി കൂടുതൽ മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശത്രു, ദുഃഖ, രോഗ, ദുരിതങ്ങൾ വന്നു ചേരുക. ആരും ആഗ്രഹിക്കാത്ത ഫലം, ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുക, രോഗദുരിതങ്ങൾ വന്നു ചേരുക. ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും നല്ല ഫലം നമുക്ക് വന്നു ചേരാത്ത അവസ്ഥ, പലവിധ വ്യാധികൾ വന്നു ചേരുക. അപ്പൊ 5-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ടും 4-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ടും ഈ മോശഫലത്തെ ഇല്ലാതാവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ മഹാദേവനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിച്ചാൽ ഈ മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാനായിട്ട്, കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം നമുക്ക് ഒരു രോഗാവസ്ഥ വന്നു ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ കണ്ടു, ആ ഡോക്ടർ ഒരു മരുന്ന് എഴുതി തന്നു, ആ മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് ആ രോഗം ഇല്ലാതാവില്ലേ? അപ്പോൾ ആ 4-ൽ നിൽക്കുമ്പോഴും 5-ൽ നിൽക്കുമ്പോഴും മഹാദേവനെ ഭജിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്നതായിട്ടുള്ള മോശഫലങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരില്ല, യാതൊരു സംശയവും വിചാരിക്കേണ്ട. കാരണം അത്രയധികം പ്രാധാന്യമുണ്ട് നാമജപത്തിന്. എന്തായാലും 3-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് കുംഭക്കൂറുകാർക്ക് വളരെ നല്ല ഫലത്തെയാണ് കേട്ടോ സൂചിപ്പിക്കുന്നത്. ഈ സൂര്യനെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള ഫലത്തിന്റെ ഒരു പരിധിവരെ നേരെ വിപരീതമായിട്ടുള്ള ഫലമാണ്. ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു. പ്രത്യേകിച്ച് സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ട് എന്ന് തന്നെയാണ് ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ധാതു ദ്രവ്യപ്രാപ്തി വന്നു ചേരുക, നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഭൂമി നമുക്ക് വാങ്ങുവാനായിട്ട് സാധിക്കുക. ഇപ്പൊ ജാതകപ്രകാരം ചൊവ്വ നമുക്ക് ബലവാനൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ നല്ല ഫലങ്ങളെ നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടവരും എന്ന് മനസ്സിലാക്കണേ. ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങളും വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ഒരു പരിധിവരെ പരിഹരിച്ച് നമുക്ക് അനുകൂലമായിട്ട് വന്നു ചേരുക. ഭൂമി നമ്മളുടെ കൈവശം വന്നു ചേരുക. ഭൂമിയിൽ കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ആദായം വന്നു ചേരുക, ധനലാഭം ഉണ്ടാവുക. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ നല്ല ഫലത്തെ തന്നെ സൂചിപ്പിക്കുന്നു 3-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട്. കാരണം സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടെന്ന് തന്നെയാണല്ലോ പറയണത്. ഭഗവാന്റെ അനുഗ്രഹമല്ലേ നിങ്ങൾക്കും എനിക്കും ആർക്കും വേണ്ടത്, അല്ലേ? 15-ാം തീയതി വരെ ബുധൻ 4-ൽ നിൽക്കുമ്പോൾ നല്ല ഫലത്തെയാണ് കേട്ടോ സൂചിപ്പിക്കുന്നത്. ബന്ധു, കുടുംബ അഭിവൃദ്ധി വന്നു ചേരുക, സഹവാസം ഉണ്ടാവുക, ധനലാഭം ഉണ്ടാവുക, കുടുംബത്തിൽ നല്ല സ്വസ്ഥതയും സമാധാനമൊക്കെ വന്നു ചേരുക, സന്തോഷം വന്നു ചേരുക. പക്ഷേ ഈ 4-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഫലത്തിന്റെ നേരെ വിപരീതമായിട്ടുള്ള ഫലമാണ് 5-ലേക്ക് 15-ാം തീയതിക്ക് ശേഷം വന്നു ചേരുമ്പോൾ. ഓരോ ഗ്രഹങ്ങൾ ഓരോ സ്ഥാനത്ത് നിൽക്കുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടും, അതായത് പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും. 5-ലേക്ക് വരുമ്പോൾ ഭാര്യ-ഭർത്തൃ കലഹം ഉണ്ടാവുക, ഭാര്യ-പുത്ര കലഹം ഉണ്ടാവുക. കുടുംബത്ത് കലഹം ഉണ്ടാവുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ ഒരു പരിധിവരെ ഈ കലഹം വന്നു ചേരുന്നത് നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരുന്നാൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും. 4-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ടും കുംഭക്കൂറുകാർക്ക് അത്ര നല്ല ഫലത്തെ അല്ലാട്ടോ സൂചിപ്പിക്കുന്നത്. ബന്ധുജനങ്ങളിൽ നിന്ന് അരിഷ്ടത വന്നു ചേരുക, ഒരേയിടത്തും ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥയാണ് പൊതുവെ വ്യാഴം 4-ൽ നിൽക്കുമ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മളുടെ സമീപ പ്രദേശത്തുള്ള വൈഷ്ണവജതിയിൽ നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക. എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്ക് പോകാൻ പറ്റിയെന്ന് വരില്ലല്ലോ. നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് വഴിപാട് ചെയ്യുക. സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിലും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല, വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നാമസങ്കീർത്തനം യസ്യ സർവ്വപാപത്രനാശനം എന്നാണ് പറയുന്നത്. നാമസങ്കീർത്തനത്തിന് അത്ര ഗംഭീരമായിട്ടുള്ള ഫലമാണ് പറയുന്നത്. നാമം ജപിക്കുമ്പോൾ നമുക്ക് നമ്മളിലേക്ക് അറിയാതെ വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ സൗഭാഗ്യങ്ങളുമുണ്ട്. നമ്മളറിയാതെ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതായിട്ടുള്ള ദുരിതങ്ങളുമുണ്ട്. ആ ദുരിതങ്ങളെ നമ്മൾ അറിയണില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നാമം ജപിക്കുന്ന നേരത്ത് നിങ്ങൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഏകാഗ്രതയും ശ്രദ്ധയും ഒക്കെ വന്നു ചേരും. മനസ്സിന്റെ മന്ത്രമാണ് നാമജപം, മനസ്സിന്റെ ശക്തിയാണ് നാമജപം. അപ്പൊ ഈ ഏകാഗ്രതയും ശ്രദ്ധയും വന്നു ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല ഫലം നമുക്ക് അനുഭവവേദ്യമായിട്ട് വരും. വൃത്തിയായിട്ട് ചെയ്താലല്ലേ നല്ല രീതിയിൽ വരുള്ളൂ. ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യണമല്ലോ. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി ചെയ്യുമ്പോൾ നല്ല ഫലം നമുക്ക് അനുഭവവേദ്യമായിട്ട് വരുമ്പോൾ നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവും. നമുക്ക് സന്തോഷം വന്നു ചേർന്ന് കഴിഞ്ഞാലോ നമുക്ക് ചേർന്ന് നിൽക്കുന്നവർക്കും സന്തോഷം ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ വന്നു ചേരും. ഈ ഫലമല്ലേ നിങ്ങളും ഞാനും ഒക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ രാവിലെ ആയിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ കുറച്ച് സമയം നാമം ജപിച്ചു കഴിഞ്ഞാൽ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള എത്ര വലിയ സൗഭാഗ്യങ്ങളാണ്.
ശുക്രൻ 4 നിൽക്കുമ്പോൾ 13-ാം തീയതി വരെ നല്ല ഫലത്തെയാണ് കേട്ടോ സൂചിപ്പിക്കുന്നത്. 13-ാം തീയതിക്ക് ശേഷം 5-ലേക്ക് വരുമ്പോഴും ശുക്രനെ കൊണ്ട് നല്ല ഫലത്തെ തന്നെ സൂചിപ്പിക്കുന്നു. 4 നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ഇന്ദ്രനെ പോലെയൊക്കെ ശക്തിയൊക്കെ ഉണ്ടാവുന്ന പറയാം. ഇന്ദ്രന്റെ അത്ര ശക്തി നമുക്ക് ആർക്കും ഉണ്ടാവില്ല എന്ന് നമുക്ക് തന്നെ അറിയാമല്ലോ. എന്തായാലും നമ്മുടെ ആയുസ്സും ഓജസ്സും തേജസ്സും ഒക്കെ കൂടും. അതേപോലെ തന്നെ നമ്മുടെ ജാതകപ്രകാരം ശുക്രൻ നല്ല സ്ഥാനത്താണെന്നുണ്ടെങ്കിൽ ഈ ഫലത്തിനൊക്കെ ഫലപ്രാപ്തി കൂടുതൽ ഉണ്ടാവാനും സൂചനയുണ്ട്. ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരുക, സഹവാസം ഉണ്ടാവുക. 5-ലേക്ക് വരുമ്പോൾ സന്താന ഗുണം അനുഭവിക്കുക, സന്താന ലാഭം ഉണ്ടാവുക, ഗുരുജനങ്ങളെ കാണുവാനായിട്ട് സാധിക്കുക, അനുഗ്രഹം വാങ്ങുവാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ ബന്ധുഗുണം വന്നു ചേരുക, ധനലാഭം ഉണ്ടാവുക. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഫലമാണ് 4 നിൽക്കുമ്പോഴും 5 നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട്. ജന്മത്തിലാണ് ശനി നിൽക്കുന്നതെന്നും അത്ര നല്ല ഫലത്തെയല്ല പൊതുവെ സൂചിപ്പിക്കുന്നതെന്നും കുംഭക്കൂറുകാർക്ക് തന്നെ അറിയാം. ജന്മത്തിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് പുതിയതായിട്ട് കേൾക്കുന്നവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഫലം തന്നെയാണല്ലോ കഴിഞ്ഞ ആഴ്ചയിലും അതിൻ്റെ മുന്നത്തെ ആഴ്ചയിലും ഇതിന് മുന്നേ കേട്ടിരിക്കുന്നവർക്ക് തോന്നാം. ഗ്രഹങ്ങൾക്ക് രാശിമാറ്റം സംഭവിക്കുമ്പോൾ മാത്രമേ ഫലത്തിന് വ്യത്യാസം വരൂ. ശനി ജന്മത്തിൽ നിൽക്കുമ്പോൾ കുംഭക്കൂറുകാർക്ക് അഗ്നി സംബന്ധമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഒഴിഞ്ഞ ഇടങ്ങളിൽ ഒറ്റയ്ക്ക് പോവാതിരിക്കുക. ധനപരമായിട്ടും ചെലവുകൾ വന്നു ചേരുക. ഏത് കാര്യങ്ങൾക്ക് ഒരു മടി വന്നു ചേരുക, ആലസ്യം വന്നു ചേരുക, ചെയ്യാൻ തോന്നാത്ത അവസ്ഥ വന്നു ചേരുക. അപ്പൊ ഈ ശനിയെ കൊണ്ട് ശനൈശ്വരായ നമഃ എന്നുള്ള നാമമൊക്കെ നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുന്നത് വളരെ നല്ലതാണ്. എന്തായാലും കുംഭക്കൂറുകാർക്ക് പല ഗ്രഹങ്ങളെ കൊണ്ട് കുറച്ച് മോശഫലങ്ങളെ സൂചിപ്പിച്ചു എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് നമ്മുടെ നാമജപാദികൾ, ക്ഷേത്ര ദർശനാദികൾ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്കതിനെയെല്ലാം മറികടക്കുവാനായിട്ട്, കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാം. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണ് എങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.